മാണിയെ തുരത്തിയതിനു ശേഷം സ്വസ്ഥമായി ഭരിച്ച് അടുത്ത തവണ കൂടി മുഖ്യമന്ത്രിയാകാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പോഴാണ് ചെന്നിത്തലയുടെ പോലീസിന്റെ കയ്യിലിരിക്കുന്ന ബിജു രാധാകൃഷ്ണൻ സരിതയുമായി ചേർത്ത് മുഖ്യമന്ത്രിക്കെതിരെ അപവാദം പറഞ്ഞത്. കാത്തിരുന്ന കാക്കയ്ക്ക് കോഴിക്കാല് കിട്ടിയതുപോലായി പിന്നത്തെ അവസ്ഥ. പ്രതിപക്ഷം ആരോപണവും നെഞ്ചിലേറ്റിക്കൊണ്ട് യുദ്ധം തുടങ്ങി. വെള്ളാപ്പള്ളിക്ക് ഇന്റർവെൽ പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും ഇടപാടുകൾക്കെതിരെ VS-ഉം ആഞ്ഞടിച്ചു. മാണിക്ക് ശേഷം ബൈബിളും പിടിച്ച് VS ചാണ്ടിക്ക് പിന്നാലെ നടക്കുന്നത് കണ്ട് സകല എ ഗ്രൂപ്പുകാരും പേടിച്ചു വിറച്ചു. ഒരു ബൈബിൾ വാക്യം ഉദ്ധരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. പഴയ നിയമത്തിലെ പ്രഭാഷകൻ 9-ാം ഖണ്ഡത്തിൽ സാൻമാർഗിക നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ സ്ത്രീകളോട് ഉള്ള സമീപനം എന്ന തലക്കെട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്ത്രീക്ക് വഴങ്ങരുത്, സ്ത്രീക്ക് വഴങ്ങരുത്, അവൾ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കും. സ്വൈരടിയെ സന്ദർശിക്കരുത്, നീ വളരെ വലിയ നിലയിൽ കുടുങ്ങും. അതാണ് അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത്, നീ അവളുടെ കുടുക്കിൽപ്പെട്ടു പോകും. കുടിലേക്ക് അടിമയാകരുത്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും, നീ നാശത്തിലേക്ക് തന്നെ വീഴും, തന്നെ വീഴും, തന്നെ വീഴും. ഉമ്മൻചാണ്ടി ഇത് വായിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന, വിനീത അഭ്യർത്ഥന. അവർ തമിഴന്മാരല്ലടാ, ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് വെച്ചാൽ അവർക്ക് മലയാളം അറിയാൻ പാടില്ല. അവന്മാരിടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് തമിഴ് അറിയാല്ല. സർ, ഈ ആരോപണത്തിൽ 1% കഴമ്പുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ഉമ്മൻചാണ്ടിയും സഹപ്രവർത്തകരുടെയും കയ്യിലിരിപ്പിനെ പറ്റി പറഞ്ഞാൽ പിന്നെ പോയി കുളിച്ച് ശുദ്ധി വരുത്തേണ്ട അവസ്ഥയല്ലേ? നിന്റെയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ, അപ്പ കാണിച്ചാൽ ഉമ്മച്ചൻ ആരാണെന്ന്. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. ഉമ്മൻചാണ്ടി ഓടിപ്പോയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. VS ആണെങ്കിൽ വിടാനുള്ള ഭാവവുമില്ല. ആരോപണം നേരിട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വീടുകളിൽ വാർത്താ ചാനലുകൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആരും കണ്ടിട്ടില്ലത്രേ. അല്ലെങ്കിലും നിയമസഭ തുടങ്ങിയാൽ നാട്ടുകാർ സീരിയൽ പോലും കാണാത്ത അവസ്ഥയായിട്ടുണ്ട്. സ്പീക്കർ സാർ, അങ്ങ് പറയണം, ഇന്നലെ രാത്രി അങ്ങയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് TV വാർത്ത കാണാൻ ധൈര്യമുണ്ടായിരുന്നുണ്ടോ? ഇല്ല സാർ, കാണില്ല. വെറുതെ ഇരിക്കുമ്പോഴേ കൈനും കാലിനൊക്കെ ഒരു തരിപ്പന്റെ ജോയിയെ. TV കണ്ടിരുന്നൂടെ? കിരിയച്ചിയുടെ മന്ദാരപ്പൂവിന്റെ ടൈമല്ലേ ഇപ്പൊ? 8,000 എപ്പിസോഡല്ലായുള്ളൂ. TV സീരിയല് കാണലൊക്കെ നിർത്തി. ഈ കാണിച്ച മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. നിയമസഭയുടെ സമയമാഴ്ച രാവിലെ ലൈവും കാണും. ചിരിച്ച് ചാവും എന്റെ ജോയിയെ. ഇന്നലെ കേരളത്തിലെ പല വീടുകളിലും TV ഓൺ ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. ഉമ്മൻചാണ്ടി എന്തു പറഞ്ഞാലും ഇന്നലെ വരെ സ്വന്തം മന്ത്രിസഭയിലെ ഷിബു ബേബി ജോൺ പോലും വിശ്വസിച്ചിരുന്നു സരിതായനത്തിലെ ചില കഥകളൊക്കെ സത്യമായിരിക്കില്ലേ എന്ന്. എന്നാൽ സ്വന്തം പേരുകൂടി വിളിച്ചു പറഞ്ഞതോടെ ഷിബുവിന് മനസ്സിലായി താനും അക്കൂട്ടത്തിൽ പെട്ടു എന്ന്. അതുകൊണ്ട് എല്ലാം അസംബന്ധമായി തീർന്നു അത്രേ. എന്നെ പറ്റിയുള്ള ചില വാർത്തകൾ വന്നപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി. കാരണം ഈ ദിവസങ്ങൾ അത്രയും എൻ്റെ സഹപ്രവർത്തകരായ പലരുടെയും പേര് വന്നപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊരു സംശയം തോന്നി. സത്യമാണ്, ഇന്നലെ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടപ്പോഴാണ് അത് ഇങ്ങനെയുള്ള നിരപരാധികളെ എങ്ങനെ ക്രൂശിക്കുന്നു, പൊതുരംഗത്ത് നിന്നുപോയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്. ആരോപണ വിധേയരായ എല്ലാവർക്കും വേണ്ടി പോരാടാനും ശിവമന്ത്രി രംഗത്തുണ്ട്. ഇമാതിരി ഗൂഢാലോചനയ്ക്കൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടത്രേ. പിന്നെ എന്ത് വേണമെന്ന് ആലോചിച്ചു, നിയമപരമായ നടപടിയെക്കുറിച്ച് ആലോചിച്ചു. ഇങ്ങനെ വരുമ്പോൾ സർ, ജീവപര്യന്തം ശിക്ഷിച്ച് കിടക്കുന്നവന്റെ പുറത്ത് ഇനി എന്താ നിയമ നടപടി? ഇതിനേക്കാൾ കൂടുതൽ തൂക്കിക്കൊല്ലാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് ഈ പറഞ്ഞതുപോലെ മാനനഷ്ട കേസ് കൊടുത്താൽ ഒരാളെ തൂക്കിക്കൊല്ലത്തില്ല. അതുകൊണ്ട് അത് സാധ്യമല്ല. പക്ഷേ അതോടൊപ്പം തന്നെ സർ, ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് പൊതുപ്രവർത്തകർക്ക് വേണ്ടിയുള്ള പോരാട്ടമായി തന്നെ സോളാർ കേസിൽ ഞാനും കക്ഷി ചേർന്നുകൊണ്ട് ആ CD ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും, ഇതിൽ ഒരു ബിജു രാധാകൃഷ്ണൻ അല്ല സാർ ഇല്ലേ പ്രശ്നം, ഇതിന്റെ പിന്നിൽ ആരാണെന്നാണ് കേരളം അറിയേണ്ടത്, പൊതുരംഗത്ത് നിൽക്കുന്നവരറിയേണ്ടത്. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളാണെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ആ മാന്യതയില്ലാത്ത പണി കാണിക്കത്തില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ആളല്ലെങ്കിൽ പിന്നെ ആരാണ്? മിക്കവാറും ഉമ്മൻചാണ്ടിയെ ശരിപ്പെടുത്തി അടുത്ത മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തലയായിരിക്കും.
ശിവൻകുട്ടി ആ ചോദ്യം ഉയർത്തുകയും ചെയ്തു. അല്ല, ശിവൻകുട്ടിയല്ല, എന്നെ കൊണ്ട് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സോളാർ കേസിൽ കക്ഷി ചേരുന്നത് വഴി ഇതിലാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ചില ക്ലൂവും തരാം. വേണ്ട, പോട്ടെ. അതുകൊണ്ട് അതൊന്നും അതിലേക്ക് പോകുന്നില്ല. ഈ അന്തരീക്ഷം കൂടുതൽ മലീമസമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ആ ക്ലൂ കൊടുക്കാൻ തയ്യാറാകാത്തത് മോശമായി പോയി. ഇനി ആ ക്ലൂ എങ്ങാനും പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ക്ലൂ പോലും ഇല്ലാതെ നേരിട്ട് പേര് പറഞ്ഞു തന്നെ കുഴപ്പത്തിലായ മറ്റു ചിലരും നാട്ടിലുണ്ട്. അതൊരിടവേള കഴിഞ്ഞ്. എന്നെ പോലെ ഒരാളെ നിശബ്ദനാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ നിശബ്ദനാവില്ല.